ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ചായയൊക്കെ കുടിക്കാൻ ഇവിടെ വന്നിരിക്കുക. ഇന്നെനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു ദിവസമായിരുന്നു. വേറൊന്നുമില്ല, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമായിട്ട് തോന്നുന്നില്ല, അത് വേറെ സത്യം. ഞാൻ സെക്യൂരിറ്റി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ യൂസിഫ് അലിയൊക്കെ വന്നു. അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു 2 ദിവസം കൊണ്ട് ഇവിടെ. ഞാനൊരു ഒറ്റ ഗാർഡ് മാത്രമേ ഉള്ളൂ ഗ്രൗണ്ട് ഫ്ലോറിൽ. ഞാൻ എന്നാൽ കഴിയാവുന്ന വിധം നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം നോക്കി, എന്നെക്കൊണ്ടാവും വിധമെല്ലാം ഞാൻ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തു, ഒരു പ്രത്യേക ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും വരാതെ. പക്ഷേ എല്ലാം ചെയ്തു. അവസാനം എല്ലാവർക്കും ഒരാഗ്രഹം കാണുമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുമ്പം അവരെ ഒന്ന് കാണണം എന്നൊക്കെ. അങ്ങനെ ഞാൻ കാണാനായിട്ട് വലിയ ആഗ്രഹത്തിലൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എന്നെ, നമുക്ക് ഡിപ്ലോയ്മെൻ്റ് ഉണ്ട് ഇന്നടുത്തെന്നൊക്കെ. അപ്പം വലിയ ആഗ്രഹത്തെ പുള്ളിക്കാരനെ ഒന്ന് കാണണം, അദ്ദേഹത്തെ ഒന്ന് കണ്ണിൽ കാണണമെന്നൊരാഗ്രഹം. പക്ഷേ സമയം ഇപ്പം ഞങ്ങളുടെ ടീമിലുള്ളവർ എന്നെ ആരും കാണാത്ത ഒരു കോർണറിൽ കൊണ്ടിട്ട്. എനിക്ക് അന്നേരം തൊട്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്ത സങ്കടം. എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റാഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാനവിടെ എല്ലാ ദിവസവും, ഇപ്പം പ്രയർ ടൈമാണ്, ഞാൻ ദൈവത്തിൻ്റെ മുന്നിലിരുന്ന്, പടച്ചവൻ്റെ മുന്നിലിരുന്നാണ് പറയുന്നത്. ഞാൻ ഭയങ്കര ആഗ്രഹത്തെ, അല്ലെങ്കിൽ ഞാൻ എന്നാൽ കഴിയാവുന്ന വിധം ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലായാലും എല്ലാം ഒരു 100% ഒന്നും ആർക്കും പറ്റില്ല, ഒരു 80% 85% ഞാൻ എന്നാൽ കഴിയാവുന്ന വിധം എല്ലാ രീതിയിലും ഞാൻ എൻ്റെ പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഈ ദിവസം പുള്ളിക്കാരൻ വന്ന ആ ദിവസം, ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ദിവസം, ഞങ്ങളുടെ ടീമിലുള്ളവർ എന്നെ ഒരു ഹൈഡ് ചെയ്തൊരു സ്ഥലത്താക്കി. എനിക്ക് അവിടെ എന്താണ് നടന്നതെന്നൊന്നും കാണാൻ പറ്റില്ല. കാര്യം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീലായിപ്പോയി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളെ ഉള്ളൂ ഗ്രൗണ്ട് ഫ്ലോറിൽ. ഞാനാണ് അവിടെ മൊത്തം ചെക്ക് ചെയ്യുന്നതും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം. അവസാനം ആ ഒരു സമയമായപ്പോൾ എന്നെ ഒഴിവാക്കി.